നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ആണ് നോക്കാൻ പോകുന്നത്. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ടാരറ്റിലൂടെ കാണിച്ചു തന്നാലും മദർ യൂണിവേഴ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദി ഹെയറഫൻ്റ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ നിങ്ങളെക്കാൾ കഴിവുള്ള വ്യക്തികളിൽ നിന്നിട്ട് പഠിക്കേണ്ടതുണ്ടെന്നുണ്ട്. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഒരു ഗുരുവായിട്ട് ആരെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഒക്കെ തരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തായാലും നിങ്ങൾ കണ്ടെത്തും എന്നാണ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു മെൻറ്ററൊക്കെ ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ സ്വയം നിങ്ങൾ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കേണ്ടതായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ലൈഫിൽ കുറേ കാര്യങ്ങൾ ലൈഫിൽ ഇനി പഠിച്ചെടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് സമൃദ്ധമായിട്ട് എന്തൊക്കെ തരുന്നുണ്ടോ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തികത്തിൽ നിന്ന് കുറച്ച് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയോ ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ അങ്ങനെ എന്തെങ്കിലും അർഹതപ്പെട്ടവർക്ക് നൽകേണ്ടതാണെന്നാണ് പറയുന്നത്. നിങ്ങളങ്ങനെ ഒരു കൊടുത്ത് നിങ്ങളുടെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അർഹതപ്പെട്ട അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ എനർജീസ് മാറി നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവിനെയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഒരു മെൻറ്ററെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഇത് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ടാവണം ലൈഫിൽ. അങ്ങനെ കൊടുക്കേണ്ട ആൾക്കാർക്ക് നിങ്ങൾ അങ്ങനത്തെ പരിഗണനയൊക്കെ കൊടുക്കണം ലൈഫിൽ എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം വേദനയോട് ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിലും നിങ്ങൾ അതിൽ നിന്നിട്ട് ഒരു പുതിയ തലത്തിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള ആ ഒരു വിഷമഘട്ടങ്ങൾ അതിൽ നിന്നിട്ടൊക്കെ തരണം ചെയ്തിട്ട് നിങ്ങൾ പുതിയ ഒരു ലൈഫിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, ഒരു പുലരിയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധമായിട്ട് സ്നേഹവും സമൃദ്ധിയും ഒരു പ്രോസ്പിരിറ്റിയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതെല്ലാം വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഏസ് ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും ദ ലവേഴ്സ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പാഷനേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് നിങ്ങൾ തിരിച്ച് നല്ല രീതിയിൽ ആ പഴയ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളുള്ള സാഹചര്യത്തിൽ വളരെ ട്രാപ്ഡായി ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്നിട്ട് പുറത്ത് കിടക്കാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ നെഗറ്റീവായിട്ടുള്ള തോട്ടിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മുഴുവനും ഒരു നെഗറ്റീവ് തോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമൃദ്ധി വരാനായിട്ടൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിപ്പോഴും ആ നഷ്ടപ്പെട്ട കാര്യങ്ങളെ, ആ പാസ്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള
ആ ഒരു പുതിയ കാര്യങ്ങളെയോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെയോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇത് വരാനായിട്ട് ഡിവൈൻ നിങ്ങൾക്ക് തരാനിരിക്കുന്ന ആ സമൃദ്ധിയെ അല്ലെങ്കിൽ ആ സ്നേഹത്തെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് മാറ്റിയിട്ട് പോസിറ്റിവിറ്റിയെ മാത്രം അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ പോസിറ്റീവും വരും എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു വേക്കപ്പ് കോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു വേക്കപ്പ് കോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ അതിൽ നിന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കൊരു നീതിയും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നിട്ടും നിങ്ങൾ മാറി നല്ലൊരു ലൈഫിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. ഡിവൈൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിൽ അതൊരു ബ്ലെസ്സിങ്സ് ആണ്, ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹമായാലും ഇപ്പോൾ ഏസ് ഓഫ് കപ്പ് ആയാലും അതും ഒരു ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പാഷനേറ്റഡ് ആയിട്ടുള്ള പ്രണയം, ഒരു ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷൻ, അതിന് പൂർണ്ണമായിട്ടും ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നിങ്ങളിപ്പോൾ ഏത് വിഷമത്തിലാണ് നിൽക്കുന്നത് ആ ഒരു ഇതിൽ നിന്നിട്ട് മാറിയിട്ട് അതൊരു പുതുമയോട് കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബാലൻസ് ചെയ്യുമ്പോഴും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നിട്ട് കുറച്ച് ഒരു ചെറിയ ഭാഗം നിങ്ങൾ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെരിറ്റിയും പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് സമൃദ്ധമായി തരുന്നതിൽ നിന്നിട്ട് കുറച്ച് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് നൽകാൻ പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിന് എന്ത് മെസ്സേജസ്, ഡിവൈൻ മെസ്സേജസ് ആണ് കൊടുക്കാനുള്ളത്, നൽകാനുള്ളത്? ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. മെഡിറ്റേഷൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻറ്റ്യൂഷൻ ഒക്കെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പെർഫെക്റ്റ് ടൈം, ഇതെല്ലാം ചെയ്തതിനും മെഡിറ്റേഷൻ ചെയ്യലും നിങ്ങൾ ഒരു ആക്ഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ടൈമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പെർഫെക്റ്റ് ടൈം, അതായത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു സാമ്പത്തികം, കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഡിവൈൻ നിങ്ങളെ ഒരു സക്സസ്സിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ്സും അബണ്ടൻസും നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അത് സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിനെ നിങ്ങളിൽ നിന്നിട്ട് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഇതെല്ലാം സ്വീകരിക്കാനായിട്ട് ഈ ഡിവൈൻ മെസ്സേജസ് ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കി വയ്ക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. എന്ത് കാര്യത്തിനും ഒരു ആക്ഷൻ എടുക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ അതൊരു നല്ല സമയമായിട്ട് വരികയും അത് സക്സസ്സും അബണ്ടൻസും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഒരു കരിയർ ആയാലും സാമ്പത്തികമായാലും ലൈഫിലെ ഏത് മേഖലയായാലും നിങ്ങൾക്ക് ഡിവൈൻ ഈ അനുഗ്രഹങ്ങളെല്ലാം തരാനായിട്ട് തയ്യാറായിരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാത്രം, ലൈഫിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിക്കുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് പോലും നിങ്ങളിലേക്ക് വരാതിരിക്കുക. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായാലും സാമ്പത്തികമായാലും കരിയർ ആയാലും ഹെൽത്ത് ആയാലും ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് വളരെ സക്സസ് ആയിട്ട് അബണ്ടൻസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. താങ്ക് യു.